ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്നോഫോൾ കാണാനാണ് പോകുന്നത്. ആദ്യം നമ്മൾ ചായ കുടിക്കണം. അത് കഴിയുമ്പം വണ്ടി വരും. വണ്ടി കയറി വീട്ടിൽ പോകണം. എന്താണ് ചായ? സ്നോ പോയിന്റിലേക്ക് കൊടുക്കുന്നത്. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് ടോബി പുള്ളി ടോബിന്ന് വിളിച്ചേ. ടോബിയാ, ടോബിന്റെ കമ്പനി. ലൈഫ് മാത്രമേ ഉള്ളൂ. ഫുഡ് ബ്രെഡ് ഓംലെറ്റ്. എനിക്ക് മാത്രമേ വന്നുള്ളൂ. ഇവനും ലെവനും വന്നിട്ടില്ല. ബ്രെഡ് ഓംലെറ്റും കോഫി പോരും. നാട്ടിലേക്കാളും ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? കോഫി നല്ല ചൂട് കോഫി. അതിന് കുടിക്കാൻ തുടങ്ങി. അതിന് ബ്രെഡ് ഓംലെറ്റ് കിട്ടിയില്ല. എനിക്ക് കിട്ടി. ഇത് വായന്ന് മറ്റേ സാധനം ഇവിടെ നിന്റെ വ്യൂ പോയിന്റിലേക്ക് സ്നോ പോയിന്റിലേക്ക് വണ്ടി പോരും. ഇത് ടോബിന്റെ അനിയനാന്ന് തോന്നുന്നു. അതാ അടി ഫൈറ്റ് ടോബി ഒരേ അടി. കളിക്കുന്നതാന്ന് തോന്നുന്നു. വണ്ടി കിട്ടിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. നല്ല വണ്ടിയാണ്. നല്ല പാട്ടൊക്കെ ഉണ്ട്. സ്നോ പോയിന്റ് ചെന്നിട്ട് കാണാം. ബൈ. मेरा नाम देवेंद्र है। आप लोकल है ना? लोकल है। वहाँ के साथ मिल गए लड़के थे 3। अटल टनल 10 किलोमीटर की अटल टनल. ബൈക്കൊക്കെ എടുത്ത് പോണല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ തുടങ്ങി. ഭയങ്കര ബ്ലോക്കാണ്. മഞ്ഞി പോണോണ്ട് ഡ്രസ്സ് റെന്റിന് എടുക്കാൻ വന്നതാണ്. മഞ്ഞിന് ഇറങ്ങാനുള്ള ഡ്രസ്സ്. എത്ര രൂപ അറിയില്ല, നോക്കിയിട്ട് പറയാം. ഉള്ളു മഞ്ഞില് മലയാണ്. പുറകില് 4 ഭാഗത്ത് മഞ്ഞ് മല. ടിബി ഒരു കോട്ട കിട്ടും. റെന്റിന് ഡ്രസ്സാണ്. 1500 എന്നൊക്കെ പറഞ്ഞ എന്താ വ്യൂ എന്നൊക്കെ പറഞ്ഞ എന്താ വ്യൂ. എനിക്ക് പറഞ്ഞ വേറെ എവിടെയോ എത്തിയവരുണ്ട്. വേറെ ഏതോ സ്ഥലത്ത് ഭയങ്കര രസമാണ്. ഫുള്ള് മഞ്ഞും മരങ്ങളും ചുറ്റിനും. വേറെ ഏതോ രാജ്യത്തെത്തിയവരുണ്ട്. ടണലിന്റെ ഉൾവശമാണ്. 8-9 കിലോമീറ്റർ ഉണ്ട് ഈ ടണലിന്റെ നീളം. അടിപൊളിയായിട്ട് മഞ്ഞ. ഫുള്ള് റേഞ്ച് ഒന്നും കിട്ടില്ല. കടല് പോലെ കിടക്കും. എത്തില്ല. നമ്മളിപ്പോ എവിടെ എത്തി? മഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത്, തൊട്ട് ഫ്രണ്ടിൽ മഞ്ഞ്. ഭയങ്കര തണുപ്പാ.
നല്ല തണുത്ത മഴ അതിലൂടെ കയറി പോവാ. വലിച്ചാൽ എത്തി മഞ്ഞിലെത്തി എന്താ ഇത്? എന്താ ഞാൻ കാണുന്നത്? കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തില്ല. കോസ്റ്റ്യൂം ഈ കോലത്തിലാണ് പോകുന്നത്. കോസ്റ്റ്യൂം അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം കിട്ടില്ല. സെറ്റ് സാധനം. എന്റെ കോസ്റ്റ്യൂം ഇവിടെ ഓക്സിജൻ കുറവാണ്. മ്യൂസിക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ തന്നെ കിതയ്ക്കാൻ തുടങ്ങും. ണ്ടോ തെറ്റുന്നില്ല. കയറാൻ പറ്റുന്നുണ്ടോ? ഇത് കുഴപ്പമില്ല. ഈ ശ്വാസത്തോട് പ്രശ്നം മാത്രമേ ഇത് കയറാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ കയറും. മോള് കയറും. ഇതൊക്കെ ആരാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ബൈ ഇപ്പൊന്നൊക്കെ പറഞ്ഞ ഒട്ടുക്കത്തെ തണുപ്പാണ്. അടുത്തൊരു രക്ഷയില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ മറ്റേ ATV ഒക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് ആൾക്കാരാണ്. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ. ഇവിടെ ഫുള്ള് ATV നിറച്ച് വന്ന് താഴെയാണ്. സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കിട്ടില്ല സ്ഥലം. മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എനിക്ക് തൊപ്പിയില്ല. അമ്മമാർക്ക് പിന്നെ കുഴപ്പമില്ല, തൊപ്പിയുണ്ട് ചെറുതായിട്ടെങ്കിലും. എനിക്ക് തൊപ്പിയില്ല. എങ്കിൽ എൻ്റെ ഫോൺ കുറച്ച് നേരം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ചൂടായ ഒരു പരുവാകുന്ന. ഇപ്പോൾ തണുക്കുക. ഫോൺ വീഡിയോ എടുക്കുന്തോറും തണുത്തോണ്ടിരിക്കുക. മുടിയൊക്കെ തണുത്തിട്ട് എന്തോ പോലെ. മഞ്ഞെറിഞ്ഞവൻ, മഞ്ഞ് വാരി എറിഞ്ഞവൻ. മഞ്ഞേ വച്ചേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ? തണുത്തിട്ട് ഉച്ച വരെ തണുത്തു പോയി. കരിയറിന് ഉച്ചത്തിൽ വരെ തണുപ്പെത്തി. എന്താ ഇപ്പൊ തോന്നേ? മര്യാദക്ക് കോട്ടൊക്കെ മേടിച്ച് വരിക. ഒന്നുമില്ലാണ്ട് വരാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് വേറെ കാര്യം. ഇതിനുള്ളിൽ എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് ബ്ലോയിങ് സംഭവമാണിത്. വലിയ ബാഹുബലി ഓർഡർ അല്ല. ആ കല്ല് കയറി ബാഹുബലി ഫ്രഷറിനെ കടിക്കായിരുന്നു. അവിടെ പോട്ടെ. ഫ്രഷ് ആയിട്ട് മഞ്ഞ് ഗൈസ്. മഞ്ഞ് 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 മഞ്ഞ്. തേങ്ങ തേങ്ങ സെറ്റ്. തേങ്ങ അടിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. തൊപ്പില്ലാത്തോണ്ട് ഞാൻ നനഞ്ഞൊരു പരുവായി. മുടിയൊക്കെ ഫുള്ള് നനഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈപോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഫോട്ടോ എടുക്കാം. ഫോട്ടോ കാണാം. വീഡിയോ കിടില്ല സ്ഥലം. രീതി അതെ. ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഊർന്നോ ആൾക്കാർ? ഞാൻ പറഞ്ഞത് അതിനകത്ത് കേട്ടിട്ടുണ്ടാവും. ഇന്നലെ ദൂരേന്ന് കണ്ട മഞ്ഞ് അടുത്ത് കണ്ട് തൊട്ട് വാരി എടുത്ത് എറിഞ്ഞ് കളിക്കുക. റോട്ടിലൊക്കെ മഞ്ഞ് കിടക്കും. പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അല്ലെ അത്ര നല്ലത് കിട്ടണം. ഈ മലയുടെ ടോപ്പിൽ പോയി നമുക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. വരുന്നുണ്ടാ
ഫുള്ള് മഞ്ഞില്. ഏ വല നമ്മുടെ കൂടെ ഒന്നാണ്. പക്ഷെ ഇപ്പൊ ഏത് ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. ടിബി എടുത്ത മഞ്ഞ് ബോൾ ഉണ്ടാക്കുന്നത് ആരറിയാനാ പറ്റൂലപ്പാ. അപ്പുറത്തേ പോവാ. ATV ആണ് ഇതിലൂടെ മൊത്തം. പക്ഷെ പൈസക്ക് മുതലല്ല എന്നാണ് കടക്കാർ. കേരളത്തിന്റെ പേര് എല്ലായിടത്തും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ടിവിയോടെ കേരളത്തിന്റെ പേര് എഴുതുകയാണ്. കേരളത്തിന്റെ അവിടെ സ്നോമാൻ ഉണ്ടാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. അതേ ഭയങ്കര പരിശ്രമത്തിലാ നടക്കുന്നത്. എൻ്റെ കാലിനുള്ളൊക്കെ വെള്ളം കയറിയെങ്കിൽ മഞ്ഞ് കയറി. കേരളമൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ. ബോംബ് താഴെ കയറിയുന്നു. അവിടെ പാകിസ്ഥാൻ മഞ്ഞിന്റെ തൊട്ടടുത്ത് ഫ്രഷ് മഞ്ഞ്. ഇത് എന്താ പറയാനുള്ള ടിവി? എന്താ പറയാനുള്ള പറ. തിന്നോ പനി പിടിക്കും. ഇല്ല ഞാൻ തിന്നു. കുഞ്ഞ് കുറച്ച് തിന്നാ മതി. തിന്നാതെ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മളെന്താ പരിപാടി? പ്രതീക്ഷ 2 ഐസ് എടുക്കുക. മഞ്ഞ് തന്നെ കാണിക്കത്തത് കുറച്ച് വെച്ചാൽ മതി. എങ്ങനെയുണ്ട്? തണുപ്പുണ്ട്. ടിവി നിനക്ക് എന്താ പറയാനുള്ള ഈ അവസരത്തിൽ? നല്ല സുഖമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോ പറഞ്ഞോ. ട്രൈപോഡ്. ഓ എന്താ വ്യൂ. താഴെ വീഴൂടാ. നമ്മള് സ്നോമാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരോ ഉണ്ടാക്കി വെച്ചതിന്റെ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്നു. തലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അഭിഷേക് ഉടനെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അഭിഷേക് ഉണ്ടാക്കുന്നത് അപ്പുറത്തൊരു കൈ ഉണ്ടാക്കണം. തലയാടി ഉണ്ടാക്കണ്ടേ? ഇതെന്താ? അത് കൈയായില്ല. ഷേപ്പാക്കി ഈയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഒരു കളറായി മഞ്ഞ് കളിച്ചാ. TV അവിടെ ഇറങ്ങി പോയിട്ടുണ്ട്. അതേത് ട്രൈപ്പോഡ് എടുക്കാൻ പോയാ മതിയോളം കളിച്ചു. മടുത്തില്ല. ഇത് മടുക്കുന്നില്ല. മടുപ്പുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി. നമ്മളവിടെ തിരിച്ചു പോകാനൊക്കെ തീരുമാനിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോവാം. അത് കഴിഞ്ഞ് തിരിച്ചു പോകാന്ന് വിചാരിച്ചു. ഫ്രണ്ടോട്ട് കേൾക്കുന്നതനുസരിച്ച് ഇവിടുത്തെ വ്യൂ മാറിക്കൊണ്ടേയിരിക്കുക. എല്ലാവരും ചുമന്ന് മൂക്കൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ദൈവന്റെ ഒക്കെ ചുണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ചുണ്ടൊക്കെ പൊട്ടി. സോ പറയുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റി ശ്രമിക്കണം. ഇൻട്രസ്റ്റിലും നോട്ട് ബുക്കിന് പുറകിലും മാത്രം. ചില സമയങ്ങളിൽ കലണ്ടറിലും കണ്ടിട്ടുണ്ട്. അതേപോലത്തെ വ്യൂ ആണ് ഇപ്പോൾ കൺമുന്നേ കണ്ടോണ്ടിരിക്കുന്നത്. തൊടാൻ പറ്റും. എന്താ പറയണ്ടേ അറിയത്തില്ല. ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. തീരുന്നില്ല. ഇത് പൊക്കോണ്ടിരിക്കാൻ തോന്നുന്നു ഞങ്ങൾക്ക്. ഇത് അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് ഐസ് മാത്രമായിരിക്കും. നമ്മൾ ആദ്യം കളിച്ച് തളർന്നു. ഇവിടെ ഓക്സിജൻ കുറവാ. ഓക്സിജൻ കുറവാണ്. കിതയ്ക്കാൻ പറ്റും. പക്ഷേ മഞ്ഞൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. പറയുന്നു. ഞാൻ എന്നാലും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൂടെ നിൽക്കുന്നുണ്ടത്. പക്ഷെ അവൻ മടുത്തു. അവൻ കിടക്കുന്നുണ്ട്. ചത്ത പോലെ കിടക്കുന്നുണ്ട്. അതാണ് ഇനിയോണ്ട് പറയാം. അവിടെ വരെ പോകും. പൊക്കോണ്ടേയിരിക്കുക. ചുറ്റിനും മഞ്ഞ. ഇപ്പം മഞ്ഞ് മാത്രം. ഇവിടെ സാരി ഉടുത്തൊക്കെ കുറേ പേരുണ്ട്. എങ്ങനെ നടക്കുന്നു ചവിട്ടി നടക്കുന്നത്.
അത് ചൂത്തള്ളടാ. അയ്യോ ട്രാപ്പിലേക്ക് മുകളിൽ കയറാൻ പറ്റില്ല. ദേവളം വരുന്നു നോക്കുക. മഞ്ഞ് കണ്ടു ജംഗിൾ മഞ്ഞ്. എല്ലാരും പറ്റാടി വരിക. തിന്നെ ഒന്നാ തിന്നെ. നമ്മൾ കയറി മലമണ്ടയിലെത്തി. യെസ്, മാക്സിമം നമുക്ക് കയറാൻ പറ്റാത്ര കയറി. ഇനി അങ്ങോട്ട് കയറാനൊക്കെ പറ്റും, പക്ഷെ മടുത്തു. ഭയങ്കര വയ്യാന്നൊക്കെ പറയുന്നു. പിന്നെ സമയമായി തോന്നുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സിനുള്ളൊക്കെ വെള്ളം കയറി. വെള്ളമല്ല, മഞ്ഞ് കയറി. ഭയങ്കര തണുപ്പ്, മരവിച്ചു പോയി സത്യം. ഇവിടെ ഫുള്ള് സീനറിയാണ്. ഫുള്ള് എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെയും കയറി. അവിടെ നിർത്തിയില്ല, നമ്മൾ പിന്നെയും കയറി വന്നുകൊണ്ടിരിക്കുക. അതേ തളർന്നു തോന്നുന്നു. ഈ ഇവിടം വരെ ഉള്ളു കഴിഞ്ഞു. നടന്ന് ഇവിടെ വരെ കയറി. എല്ലാവരും വരണം. അവിടെയൊക്കെ വലിഞ്ഞു കയറുന്നല്ലോ ആൾക്കാർ. എന്താ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, വിഷയം വ്യൂ. നമ്മളിവിടെ വന്നാൽ വ്യൂ കാണിച്ചു തരാം. ഫുള്ള് വേറെ എവിടെയോ എത്തിയോടെ. അപ്പം അവന്മാര് ചായ മേടിക്കാൻ പോയതാ. ചായ ഞാൻ ഇവിടെ നിൽക്കുക. ഇവിടെ നല്ല കണ്ട് നിൽക്കുന്നു. അവന്മാർ ചായ മേടിക്കാൻ പോയിട്ട് ചായ കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. ചായ മാഗി എത്രയിന്? 250 രൂപയുടെ സാധനമാണ് ഇത് മൊത്തം. ഒരു മാസം വേണ്ടി. നിന്റെ ചായ ലൈറ്റ് നേരത്തെ ഫുഡ് എന്താ? വൈകുന്നേരത്തെ ഉച്ചക്കത്തെ ഫുഡാണ്. പക്ഷെ വൈകുന്നേരമായി കഴിക്കുമ്പോൾ രാത്രി ഇതെന്താ? മട്ടൺ റൈസാ. ചിക്കൻ റൈസ്. മട്ടൺ റൈസ്, ഇത് ചിക്കൻ റൈസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ നിർത്താൻ പോവാണ്. നിർത്താൻ പോവാ. എന്നിട്ട് അങ്ങോട്ടാ പോവാന്ന് പറഞ്ഞല്ലോ. എങ്ങോട്ടാ? ടെമ്പിളിലേക്ക്. മൊണാസ്ട്രി. ടിബറ്റൻ മൊണാസ്ട്രി. നോ പോയിന്റിൽ പോയിട്ട് വന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ദൈവം പറഞ്ഞ് എങ്ങോട്ടാ? ടിബറ്റൻ മൊണാസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ട്. എവിടേക്കൊക്കെ എത്തുമായിരിക്കും. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 1.4 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. 20 മിനിറ്റ് കിലോമീറ്റർ അത്രയൊക്കെ കാണുന്നുണ്ട്. എക്സ്പ്ലോറിംഗ് ആണ് വഴി. എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അങ്ങേറ്റമൊക്കെ കാണിക്കും. ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് പിന്നിലെ വ്യൂ. എല്ലായിടത്തും വ്യൂ. ഇവിടെ ഫുൾ ഓഫ് വ്യൂ. ഇവിടെയൊക്കെ ഭയങ്കര രസമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇവിടെ നാളെ എന്തോ ട്രക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇറങ്ങി. ഗുഡ് നൈറ്റ്.